അഭിമന്യ പിതാവേ, വേദിയിലുള്ള വൈദിക സന്യസ്ത ആത്മായ നേതാക്കളെ, എനിക്ക് മുമ്പിൽ ഒരുമിച്ചുകൂടി ക്ഷമയോടെ തങ്ങളുടെ സന്ദേശം ഈ ലോകത്തിന്റെ മുമ്പിൽ, ജനാധിപത്യ ഭാരതത്തിന്റെ മുമ്പിൽ അറിയിച്ചുകൊണ്ടിരിക്കുന്ന വൈദിക സന്യസ്ത ആത്മായ പ്രതിനിധികളെ, പ്രിയ നാട്ടുകാരെ, ഇവിടെ ഇതുവരെ സൂചിപ്പിച്ച എല്ലാ കാര്യങ്ങളോടും മടിയവരയിട്ടുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അനുബന്ധമാണല്ലോ എന്നോട് പറഞ്ഞിരിക്കുന്നത്. സന്യാസ സമർപ്പിത ജീവിതങ്ങളെ, സന്യാസ ഭിക്ഷുക്കളെ ആദരിക്കുന്ന ഒരു സംസ്കാരമാണ് ഭാരതത്തിൻ്റെത്. കാഷായ വേഷം ധരിച്ച സന്യസ്തര് നമ്മുടെ തെരുവീതികളിലും ഭവനങ്ങളിലും ഒക്കെ കടന്നു വരുമ്പോൾ ആദരവോടുകൂടെ നമ്മൾ സ്വീകരിച്ചു. എന്നാൽ ഈ നിറത്തിനും ഈ വേഷത്തിനും സന്യാസത്തിനും പുതിയ അർത്ഥതലങ്ങൾ കൊടുക്കുവാൻ ചിലര് ഈ കാലഘട്ടത്തിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സംസ്കാരത്തിന്റെ വൈവിധ്യങ്ങളെ തമസ്കരിച്ചുകൊണ്ടുള്ള ചില ആസൂത്രിതമായിട്ടുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഈ നിറങ്ങൾക്കും സന്യാസത്തിനുമൊക്കെ പുതിയ അർത്ഥങ്ങൾ കൊടുക്കുകയാണ്. അതിനോടൊപ്പം ഭാരതത്തിൽ അഭിമന്യ പിതാവ് സൂചിപ്പിച്ചതുപോലെ 2000 വർഷത്തെ പാരമ്പര്യമുള്ള ഭാരതത്തിന്റെ അതേ ചോര പേറുന്ന ഈ വിശ്വാസ സമൂഹത്തിലെ സന്യാസിനികളെ മത പരിവർത്തനത്തിന്റെ, വർഗീയതയുടെയൊക്കെ അടയാളങ്ങളായിട്ട് ചിത്രീകരിക്കുവാനുള്ള ആസൂത്രിതമായ പരിശ്രമങ്ങൾ നടക്കുന്നു എന്നതിൻ്റെ ദൃഷ്ടാന്തമാണ് നമ്മൾ ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ കണ്ടത്. വൈവിധ്യങ്ങളെ ആഘോഷിക്കുന്ന ഒരു സംസ്കാരമാണ് ഭാരതത്തിന്റെ സംസ്കാരം. ഭാരതത്തെ ഭാരതമായിട്ട് നിലനിർത്തുന്നത് തന്നെ ഈ വൈവിധ്യങ്ങളാണ്. ഈ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാനും സ്നേഹിക്കാനും, ഈ സംസ്കാരത്തിന്റെ തനിമയായിട്ടുള്ള വൈവിധ്യങ്ങളെ ആഘോഷിക്കാനും മടിക്കുന്ന ഒരു പ്രതിസംസ്കാരം സൃഷ്ടിക്കുവാൻ, അതിന് സംസ്കാരം എന്ന് വിളിക്കാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഒരു പ്രവണത നമ്മുടെ നാട്ടിൽ ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഭാരതം ലോകത്തിന് സമ്മാനിച്ചതാണ് വൈവിധ്യങ്ങളുടെ ആഘോഷം. അത് സമന്വയത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് വലിയ ഒരു ബലമാണ്, ഒരു ജനതയെ കെട്ടിപ്പടുക്കുന്ന യാഥാർത്ഥ്യമാണ് എന്നുള്ളത്. അതിനെ നമസ്കരിക്കുന്ന ഒരു സംസ്കാരം, വ്യക്തിത്വ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നതിനപ്പുറത്തേക്ക് ഓരോ മതവും ആവശ്യപ്പെടുന്ന മാനവികതയുടെ ആ ആഘോഷത്തിലേക്ക് നയിക്കുന്ന പ്രവർത്തനങ്ങൾ, അതിന് പക്ഷേ ഏറ്റവും കാര്യക്ഷമമായിട്ട് ഭാരതത്തിന്റെ മണ്ണിൽ 2000 വർഷങ്ങളായിട്ട് നടപ്പിലാക്കുന്ന ഒരു സമൂഹം ക്രൈസ്തവ സമൂഹമാണ്. ഈ ക്രൈസ്തവ സമൂഹം ഭാരതത്തിന്റെ വിവിധ മേഖലകളിൽ, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലെ അവികസിതമായിട്ടുള്ള മേഖലകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ശുശ്രൂഷകൾ, അവിടെയുള്ള സമൂഹങ്ങളെ കെട്ടിപ്പടുക്കുന്നതിന് എന്തുമാത്രം വലിയ സംഭാവനയാണ് നൽകിയിട്ടുള്ളത് എന്ന് എനിക്ക് മുൻപേ സൂചിപ്പിച്ചവരൊക്കെ സംസാരിച്ചു കഴിഞ്ഞതാണ്. ഈ ഒരു സംഭാവന അത് സമൂഹത്തിന്റെ ഇഴയെടുപ്പത്തെ വളർത്തിയെടുക്കുന്നു, സമൂഹത്തിൽ വളർച്ചയുണ്ടാക്കുന്നു, പുരോഗതി ഉണ്ടാക്കുന്നു എന്നുള്ളത് അത് അവിതർക്കമായിട്ടുള്ള കാര്യമാണ് എന്ന് പറയാതിരിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ ഭാരതത്തിന്റെ വിവിധ അവികസിത മേഖലകളിൽ നമ്മുടെ സമർപ്പിതരായിട്ടുള്ള സന്യാസിനികളും വൈദികരും മിഷണറിമാരും പ്രവർത്തിക്കുന്നത് ആ സമൂഹത്തിൽ വരുത്തുന്ന ഈ മാറ്റം വലിയൊരു അപകടമായി നോക്കിക്കാണുന്ന ഒരു ന്യൂനപക്ഷം എല്ലായിടത്തുമുണ്ട്. അവർക്ക് നീതി നിഷേധിക്കുന്ന, അവർക്ക് സ്വന്തമായിട്ട് ഭൂമിക്ക് അവകാശം നിഷേധിക്കുന്ന, അജ്ഞതയുടെ അന്ധകാരത്തിൽ നിലനിർത്തണമെന്ന് വാശി പിടിക്കുന്ന, അങ്ങനെ തങ്ങൾക്കൊരു അടിമ സമൂഹത്തെ നിരന്തരം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ന്യൂനപക്ഷം നമ്മുടെ സമൂഹത്തിൽ
പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയുടെ അവിഭജിത മേഖലകളിലൊക്കെയുണ്ട്. അങ്ങനെയുള്ള മേഖലകളിൽ വളരെ ധീരതയോട് കൂടെ കടന്നു ചെല്ലുന്ന സമർപ്പിതർ നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ്, വെല്ലുവിളിയാണ് നമ്മൾ ദുർഗിലും കണ്ടത്. എന്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത് 1997 ഇറങ്ങിയ ഗുരു എന്ന ചിത്രമാണ്. നിങ്ങളൊരു പക്ഷെ ഓർക്കുന്നുണ്ടാകും. അന്ധന്മാരുടെ ലോകത്തില് അന്ധതയെ സാമാന്യവൽക്കരിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് പുറമെ നിന്ന് പ്രകാശത്തിന്റെ ലോകത്ത് നിന്ന് ഒരാൾ കടന്നു വരികയാണ്. എന്തുമാത്രം വലിയ എതിർപ്പാണ് അവിടെ നേരിട്ടത്. സ്പർശനവും ഗന്ധവും മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ, കാഴ്ച എന്ന് പറയുന്നത് വെറും മിഥ്യയാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു സമൂഹത്തിലേക്ക്, പ്രകാശത്തിന്റെ ലോകത്തിലേക്ക് കടന്നു വന്ന ഒരു മനുഷ്യൻ നേരിട്ടിട്ടുള്ള വലിയ പീഡനങ്ങൾ അവിടെ കാണുന്നുണ്ട്. ഇതൊരു പക്ഷേ നമ്മളുടെ ഈ കേരളത്തിൽ നിന്നും നമ്മുടെ തൃശ്ശൂരിൽ നിന്നും ഭാരതത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിലെ മിഷണറിമാര് ഈ പ്രകാശവുമായിട്ട് കടന്നു ചെല്ലുമ്പോൾ നേരിടുന്ന വലിയ വെല്ലുവിളിയാണ്. അന്ധകാരത്തെ, ഈ അടിമത്തത്തെ സാമാന്യവൽക്കരിക്കാൻ, അതാണ് സ്വഭാവേന ഉണ്ടാകേണ്ടത് എന്ന് വരുത്തി തീർക്കുവാനുള്ള വലിയ പരിശ്രമങ്ങൾ നടക്കുമ്പോൾ അവിടെ അറിവിന്റെ വെളിച്ചം നൽകാൻ, അവരെ ശാക്തീകരിക്കുവാൻ, അവിടെയുള്ള സ്ത്രീകളെ സ്വന്തം കാലിൽ നിൽക്കുവാൻ, അവിടെയുള്ള സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളിലൂടെ അവരെയൊക്കെ ശക്തിപ്പെടുത്തുവാൻ നമ്മളുടെ മിഷണറിമാര് ആ പ്രദേശങ്ങളിലൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഫലം കണ്ടു തുടങ്ങി. ഇന്ന് വടക്കേ ഇന്ത്യയിലേക്ക് ചെല്ലുമ്പോൾ ഇതിന്റെയൊക്കെ ഫലങ്ങൾ അനുഭവിച്ചിട്ടുള്ളവർ നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സിസ്റ്റേഴ്സ് ആണ് ഞങ്ങൾക്ക് അറിവ് പകർന്നത്. ഇന്ന് ഞാൻ ഈ ഒരു ജോലിയിൽ, ഈ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ മിഷണറിമാരാണ്. എത്രയോ പ്രാവശ്യം ഞാനത് വടക്കേ ഇന്ത്യയിൽ നിന്ന് പലരിൽ നിന്നും ശ്രമിച്ചിരിക്കുന്നു. എനിക്ക് പലപ്പോഴും ആദരം കിട്ടിയിരിക്കുന്നത് അവരുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വന്ന മിഷണറിമാരുടെ ആ അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ്. ഒരു പരിചയമില്ലാത്തവര് നമ്മെ ആദരിക്കുന്നുണ്ട്. എന്നാൽ അതിനൊക്കെ ഇടയിൽ നാം കണ്ടുമുട്ടിയ, ഇവിടെ സൂചിപ്പിക്കപ്പെട്ട, ഇവിടെ വിശദീകരിക്കപ്പെട്ട ഈ സംഭവങ്ങളൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇപ്പോഴും അന്ധകാരത്തെ നിലനിർത്തുവാനായിട്ട് പരിശ്രമിക്കുന്ന ഒരു സമൂഹം. ഇവിടെ അറിവ് ലഭിക്കുന്നത് ഒരു കുറ്റമാണെന്ന് കരുതുന്നവര്, അറിവ് കിട്ടി സ്വയം ചിന്തിച്ച് ഒരു തീരുമാനത്തിലെടുത്ത് ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ നമ്മുടെ ഭരണഘടന അനുവദിക്കുമ്പോൾ ചില സിന്ദൂരം പോലും, ചില വേഷങ്ങൾ പോലും ചിലരുടെ കുത്തകയായിട്ട് മാത്രം അവതരിപ്പിക്കുകയും മറ്റുള്ളവയൊക്കെ അന്ധമായ കണ്ണുകൾ കൊണ്ട് നോക്കിക്കണ്ട് വികലമായ, മൃഗതുല്യമായ രീതിയിൽ പ്രതികരിക്കുന്ന ആ അവസ്ഥകള് ഇന്ന് വളരെ വേദനയുളവാക്കുന്നതാണ്. നമുക്കറിയാം, നമ്മുടെ സ്വാതന്ത്ര്യ ദിനം നമ്മൾ ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ്. 1947 ഈ സ്വാതന്ത്ര്യത്തിന്റെ സമയത്ത് ഗാന്ധിജി അവിടെ ഇല്ലായിരുന്നു. ഗാന്ധിജി നമ്മുടെ ഗ്രാമാന്തരങ്ങളിൽ കഴിഞ്ഞുകൊണ്ട് നൽകിയൊരു വളരെ ശക്തമായൊരു സന്ദേശമുണ്ട്. ഭാരതത്തിന്റെ തലസ്ഥാനത്ത് ഡൽഹിയില് ഈ സ്വാതന്ത്ര്യത്തിന്റെ ത്രിവർണ്ണ പതാക ഉയരുമ്പോഴും ഭാരതത്തിന്റെ ഗ്രാമങ്ങൾ ഇനിയും സ്വതന്ത്രമായിട്ടില്ല. പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്നും ഈ ഭാരതത്തിന്റെ ഇതുപോലുള്ള ഗ്രാമാന്തരങ്ങൾ മാത്രമല്ല, പട്ടണങ്ങളും ദുർഗ് പോലെയുള്ള പ്രദേശങ്ങളും, എന്തിന് ഛത്തീസ്ഗഡ് പോലെയുള്ള സംസ്ഥാനങ്ങൾ വരെ ഇനിയും സ്വതന്ത്രമായിട്ടില്ല എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തല് പൊതുസമൂഹത്തിന് ഈ സംഭവങ്ങളൊക്കെ നൽകുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ ഇനിയും ഉയരങ്ങളിലേക്ക് നയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരും ഈ രണ്ട് സിസ്റ്റേഴ്സിന്റെ ഒരു പ്രശ്നമെന്ന് മാത്രമായിട്ട് ഇതിനെ നോക്കിക്കാണാതെ ഇത് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിനേറ്റിരിക്കുന്ന, മതനിരപേക്ഷതയ്ക്കേറ്റിരിക്കുന്ന പ്രഹരമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിനോട് പ്രതികരിക്കുവാൻ സാമാന്യ മനസ്സാക്ഷി നമ്മെ എല്ലാവരെയും ആഹ്വാനം ചെയ്യുകയാണ്. ഭരണഘടനയെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും മനസ്സാക്ഷിയെ തൊട്ടുണർത്തുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സമരത്തിന്റെ, ഈ പ്രതിഷേധത്തിന്റെ ഒക്കെ പുറകിലുള്ളത്. നാം പ്രതിഷേധിക്കുന്നത്
ഇന്നാട്ടില് ഫ്രഞ്ച് ഗ്രൂപ്പുകളോടാണ്. ചില ഗവൺമെന്റുകളുടെ മുമ്പില് തങ്ങൾക്ക് വർഗീയ വിഷം ചീറ്റാനുള്ള സർവ്വ സ്വാതന്ത്ര്യവും ലഭിച്ചിരിക്കുന്നു എന്ന് ചിന്തിക്കുന്ന വർഗീയ കോമരങ്ങളോടാണ്. അവയോട് പ്രതിഷേധിക്കുകയും ഭാരതത്തിന്റെ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്ന ഭാരതത്തിന്റെ ഭൂരിപക്ഷം വരുന്ന പൗരന്മാരുടെ മനസ്സാക്ഷിയെ തൊട്ടുണർത്തുകയും ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഒറ്റക്കെട്ടായിട്ട് ഈ വർഗീയ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഒറ്റക്കെട്ടായിട്ട് പ്രതികരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഹ്വാനം. ഈ സമരം സംഘടിപ്പിക്കുന്ന നമുക്ക് ഇന്ത്യയിലെ ഭരണവ്യവസ്ഥയിലെ വിശ്വാസമുണ്ട്. ഭരണഘടനയെ സംരക്ഷിക്കുവാനാണ് ഇന്നാട്ടിലെ ഭരണകൂടങ്ങൾ നിലകൊള്ളുന്നത്, നീതിന്യായ വ്യവസ്ഥിതികൾ നിലകൊള്ളുന്നത്. ഒരു ഇലക്ഷന്റെ സമയത്ത് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ വ്യത്യസ്തമായിട്ടുള്ള പ്രത്യേക ശാസ്ത്രങ്ങൾക്കനുസരിച്ച് നിലകൊള്ളുമായിരിക്കും. എന്നാൽ അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ അവര് തങ്ങളുടേതായിട്ടുള്ള രാഷ്ട്രീയ പ്രത്യേക ശാസ്ത്ര നിലപാടുകൾക്കൊക്കെ അതീതമായിട്ട് ഭാരതത്തിന്റെ ഭരണഘടനയെ സംരക്ഷിക്കാനും ഭാരതത്തിന്റെ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുവാനും ചങ്കൂറ്റം കാണിക്കണമെന്ന് ഈ പ്രതിഷേധം ഇന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യാശയുണ്ട്, ഉറപ്പുണ്ട്. ഭാരതത്തിന്റെ ഭരണഘടനയെ നമ്മുടെ ഗവൺമെന്റുകൾ ഉയർത്തിപ്പിടിക്കും, കേന്ദ്ര ഗവൺമെന്റ് ഉയർത്തിപ്പിടിക്കും, ഇവിടുത്തെ ഛത്തീസ്ഗഡ് ഗവൺമെന്റ് ഉയർത്തിപ്പിടിക്കും. സാമാന്യ പൗരന്മാരായിട്ടുള്ള നമ്മളെല്ലാവരും ഉയർത്തിപ്പിടിക്കുകയും വർഗീയ വിഷം ചീറ്റുന്നവരെയൊക്കെ ഒറ്റപ്പെടുത്തുകയും ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു എന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.